ഇസ്മായിൽ ഹനിയ എങ്ങനെ കൊല്ലപ്പെട്ടു? അതിനെപ്പറ്റി പുതിയ വാർത്തകളും വാഷിങ്ടൺ പോസ്റ്റ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസ് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിന് ശേഷം 2-3 പേർ ചേർന്ന് ബോംബ് കടത്തുന്നു ഇസ്രായേലിൽ നിന്നും. എന്നിട്ട് ഈ ബോംബുകൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ് പട്ടാളത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്, അതായത് വാർ വെറ്ററൻസ് താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഭാഗത്താണ് ഈ ഇസ്മായിൽ ഹനി, അതായത് ഹമാസിൻ്റെ ലീഡർക്ക് താമസിക്കുവാൻ, അദ്ദേഹം വന്നാൽ ഇറാനിൽ വന്നാൽ താമസിക്കുന്ന സ്ഥലം ഹൈലി സെക്യൂർഡ് ആണ്. ഇറാൻ തന്നെ പറയുന്ന അതിൻ്റെ അകത്ത് ഈച്ച പോലും കടക്കാത്ത സ്ഥലമാണ്. അത്രമാത്രം ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസും ആ കോമ്പൗണ്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. 1 മാസം മുമ്പ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോണം എങ്ങനെയാണ് ഈ ഗെയിം പ്ലാനുകളെല്ലാം തുടങ്ങുന്നത്. അതായത് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ടറിയാം. അതാണ് ഞാൻ ഓരോ ലിങ്ക് ചെയ്ത് പറയുന്നത്. ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നു ഹെലികോപ്റ്റർ ക്രാഷിൽ. അതിനുശേഷം അവർക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവ് സ്വെയറിംഗ് സെറിമണി ആരാണെങ്കിലും അവിടെ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അതിന് പങ്കെടുക്കാൻ വരും. അപ്പോൾ 1 മാസം മുമ്പുള്ള പ്ലാനിങ്, അയാൾ താമസിക്കുന്ന ആ വീട്, അതായത് ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ കൊണ്ട് ബോംബ് വെക്കുന്നു. അതുകൊണ്ടാണ് ആ വീട് മാത്രം തകർന്നു പോകുന്നത്. ആ ബ്ലോക്കിൽ ആ വീട് മാത്രമാണ് തകരുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് കംപ്ലീറ്റ് ഫെയിലിയറാണ്. ഇറാനിയൻ പട്ടാളത്തിൻ്റെ വെറ്ററൻസും റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസ്, അതേപോലെ തന്നെ ഇറാനിയൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളൊക്കെ താമസിക്കുന്ന ആ കോമ്പൗണ്ടിൽ, അതിനകത്ത് കയറിയാണ് ഇസ്രായേലി സ്പൈ ചാരന്മാർ കൊണ്ട് ബോംബ് വെച്ചത്. ഇന്നയാൾ ഇന്ന സമയത്ത് ഇന്നയാൾ ഇവിടെ താമസിക്കാൻ വരുന്നു. ഇതാണ് സിമ്പിൾ. അപ്പം അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങളും കൂടെ അതിനകത്ത് രസകരമായ ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇയാൾ അവിടെ വന്നു കഴിഞ്ഞ ശേഷം ഇറാൻ്റെ ചില ഭരണാധികാരികളും സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസൊക്കെ ഈ ഗസ്റ്റ് ഹൗസിൽ ഇസ്മായിൽ ഹനിയയെ കാണുവാൻ വരുന്നു. ആ സമയത്തൊന്നും ഇവർ ഈ ബോംബ് സ്ഫോടനം നടത്തിയില്ല. അതായത് ഇസ്മായിൽ ഹനിയയും അയാളുടെ സെക്യൂരിറ്റി ഗാർഡും മാത്രമുള്ള സമയത്താണ് രാവിലെ 2 മണിക്കാണ് സ്ഫോടനം നടക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തൊട്ടടുത്ത കോമ്പൗണ്ടിൽ ഹമാസിൻ്റെ മറ്റൊരു നേതാവും താമസിക്കുന്നുണ്ട്. അപ്പം അയാളെ തൊട്ടില്ല, ഇയാളെ മാത്രമാണ് കയറി അടിച്ചേക്കുന്നത്. അപ്പോൾ എത്ര ഓപ്പറേഷൻ നോക്കൂ, എത്ര പ്രിസൈസും സ്പെസിഫിക്കുമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് ബോംബ് കടത്തുന്നു, അത് ഇന്നിടത്ത് കൊണ്ട് പ്ലാന്റ് ചെയ്യുന്നു, അത് കൂടുതൽ പൊട്ടി ബഹളം ഉണ്ടാകരുത്, ഇയാളുടെ കൂടെയുള്ളവരും തീരണം, മറ്റുള്ള ഇറാൻ്റെ ഒഫീഷ്യൽസിന് പ്രശ്നമുണ്ടാകരുത്. അതായത് പ്രിസൈസ് ബോംബിങ് സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അത് മനസ്സിലാക്കണം. ഇവർക്കിതെല്ലാം അറിയാം. ഇബ്രാഹിം റൈസിയെ കൊല്ലപ്പെടും, അതിനുശേഷം ഇതുണ്ടാകും, അതിനുശേഷം ആ സ്വെയറിംഗ് സെറമണിക്ക് ഇയാൾ വരും, ഇന്നടത്ത് താമസിക്കും, ഇന്ന ദിവസം കൊല്ലപ്പെടും. അതായത് മുഴുവനും ഓരോന്നായിട്ട് അതേപോലെ ബാക്ക് ടു ബാക്ക് കൊലകളാണ് നടന്നേക്കുന്നത്. അതേസമയം ഏകദേശം 11 മണിക്കൂർ മുമ്പ് ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡറെ ബെയ്റൂട്ടിൽ വെച്ച് കൊല്ലുന്നു. ബെയ്റൂട്ട് എന്ന് പറയുന്നത് ലെബനന്റെ ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റൽ സിറ്റി സീനിയർ സെക്കൻഡ് ഇൻ കമാൻഡർ താമസിക്കുന്ന, നസറുള്ള കഴിഞ്ഞുള്ള ആൾ താമസിക്കുന്ന സ്ഥലം കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം, സിവിലിയൻസ്. കാരണം അവിടെ കയറി സിവിലിയൻസ് താമസിക്കുന്നിടത്ത് ഇസ്രായേൽ കയറി ബോംബ് ചെയ്യില്ല എന്നുള്ള ധാരണ വെച്ചുകൊണ്ടാണ് അയാളെ ഈ സിറ്റിക്കകത്ത് ആ സ്പെസിഫിക് സ്ഥലത്ത് കൊണ്ട് താമസിപ്പിച്ചേക്കുന്നത്. അവിടെ നടത്തിയ പ്രിസിഷൻ ബോംബിംഗ് ആണ്. അതായത് ആ സ്പെസിഫിക് ആയിട്ട് ആ കെട്ടിടത്തിന് മാത്രം കൊടുത്തു ബോംബ്. ആലോചിച്ച് നോക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ട്രെയിൻഡ് പ്രൊഫഷണൽ ഫോഴ്സാണ് ആ രാജ്യം.
അപ്പോൾ ഹിസ്ബുള്ള ആണെങ്കിലും ഇറാൻ ആണെങ്കിലും പഴയ ടെക്നോളജിയും പഴയ രീതിയിലാണ് അവർ പോകുന്നത്. അവർക്കിതൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പാണ്. ഇപ്പം ഇറാനും ഹിസ്ബുള്ള, ഹൂത്തി, മറ്റുള്ള രാജ്യങ്ങൾ, അറേബ്യൻ ചില രാജ്യങ്ങൾ, അവർക്കിത് മതമാണ്. അത് രാജ്യത്തിൻ്റെ പ്രസക്തിയൊന്നും അല്ല. അവിടെയാണ് തെറ്റുന്നത്. അതേപോലെ ലോകത്ത് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന ഇസ്രായേലും ഏകദേശം 50 വർഷം പഴയ ടെക്നോളജി ഉപയോഗിക്കുന്ന ഇറാനും. ഇവിടെയാണ് വ്യത്യാസം. അപ്പം ഈ വ്യത്യാസമാണ്. അതേപോലെ ടെക്നോളജി അഡ്വാൻസ് ചെയ്തുള്ള സ്പൈ ഓപ്പറേഷൻ. ആ സ്പൈ ഓപ്പറേഷൻ ആലോചിച്ച് 1 മാസം മുമ്പേ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ഈ ഹമാസിൻ്റെ ലീഡേഴ്സും ആരൊക്കെയാണ് ഒക്ടോബർ 7-ാം തീയതി ഉത്തരവാദികൾ, ഇവരെ ഓരോന്നായിട്ട് ഇവർ തീർക്കും. കാരണം അവരുടെ പാരമ്പര്യം അതാണ്. ഇപ്പം മ്യൂണിക് ഒളിമ്പിക്, ബ്ലാക്ക് സെപ്റ്റംബർ നിങ്ങൾ കേട്ട് കാണും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഗോൾഡമേയർ അന്ന് ഉത്തരവിട്ടതാണ്, എങ്ങനെയാണ് ടെററിസ്റ്റുകൾ ഇസ്രായേലി അത്ലറ്റ്സിനെ കൊന്നത്, അതായത് അതിക്രൂരമായിട്ടാണ് കൊന്നത്, അതേപോലെ ആയിരിക്കണം റിട്ടാലിയേഷൻ ചെയ്യേണ്ടത്. അല്ലാതെ പെട്ടെന്നൊരു തോക്ക് കൊണ്ടുവന്ന് വെടിവെച്ച് കൊല്ലുകയല്ല, ക്രൂരമായിട്ട് തന്നെ കൊല്ലണം. എങ്ങനെയാണ് ടെററിസ്റ്റുകൾ ആളുകളെ കൊല്ലുന്നത്, അതേപോലെ ക്രൂരതയോടെ അവരെ കൊന്നാൽ മാത്രമേ ലോകത്തിനൊരു മെസ്സേജ് കിട്ടുകയുള്ളൂ. അതാണ് ആ ഓപ്പറേഷൻ്റെ പ്രത്യേകത. നിങ്ങൾ കേട്ടണം, ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. അതാണ് അതിൻ്റെ പേരിട്ട്, മ്യൂണിക് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഞാനീ പറയുന്നത്, ഈ ഇസ്മായിൽ ഹനിയ, അദ്ദേഹം ഒരു സിമ്പിളായിട്ട് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു, വർത്തമാനം പറയുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ ഈ പൊട്ടനും ഇറാൻകാർക്കും മനസ്സിലായില്ല, അമേരിക്കയുമായിട്ട് നോൺ അലൈൻഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് പോകുമ്പോൾ തീർന്നു പോകുന്നുള്ള കാര്യം മനസ്സിലായില്ല. ഇതാണ് ഞാൻ പലപ്പോഴും ഈ ഹമാസിനെ പറ്റിയും ഇറാനെ പറ്റിയും ചില അറേബ്യൻ രാജ്യങ്ങളെ പറ്റിയൊക്കെ പറയുന്ന പൊട്ടന്മാർ. വേറെ കാര്യങ്ങൾ ആലോചിച്ചു. ഇപ്പം ഉർദുഗാൻ, ടർക്കി പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞു ഗാസയിൽ വാർ തുടരുകയാണെങ്കിൽ അവർ കയറി ഇടപെടും. ഞാൻ ധൈര്യപൂർവ്വം പറയാം, ഉർദുഗാൻ ആ ധൈര്യമൊന്നുമില്ല. കാരണം ഉർദുഗാന് ശരിക്കും അറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന ആ ചെറിയ രാജ്യത്തിൻ്റെ സൈനിക ശക്തി. ഈസ്റ്റാംബൂളെല്ലാം ടർക്കി തന്നെ തീർത്ത് കളയും, ആ രാജ്യം തന്നെ ഇല്ലാതായി പോവും. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇപ്പം ഡെമോക്രാറ്റ് ഭരിച്ചാലും റിപ്പബ്ലിക്കൻ ഭരിച്ചാലും ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും. നാറ്റോ രാജ്യങ്ങൾ കൂടുതലും ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും. അതാണ് ഈ പൊട്ടത്തരം വിളിച്ച് പറയുന്നത്. പിന്നീട് അയാൾ ഈ ഒരു ബ്ലാസ്റ്റിന് ശേഷം അയാൾ നിശബ്ദനായി. കാരണം അയാൾക്ക് പിടികിട്ടിക്കാൻ, അയാൾ ഇരിക്കുന്നിടത്ത് ഈ സാധനം നാളെ പൊട്ടും, എന്ത് സംഭവിക്കാം. കാരണം ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ. അതിന് ഇസ്രായേൽ കൊടുത്തൊരു താക്കീതുണ്ട്, സദാം ഹുസൈൻ എന്താണ് ഉണ്ടായത് അത് മറക്കണ്ട. വളരെ കൃത്യമായി. ഇതിൻ്റെ അടുത്തൊരു ഇഷ്യൂ എടുക്കാം. ഇപ്പോൾ ഹൂത്തിയുമായിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ അമേരിക്ക ആണെങ്കിലും സഖ്യരാജ്യങ്ങളും ഹൂത്തികളുടെ പലയിടത്തും കൊണ്ട് ബോംബിട്ടു. പക്ഷെ ഇസ്രായേലിൽ കയറി ഹൂത്തി വന്ന് ആ ടെലവീവിൽ ഒരു കുട്ടി ഭരിച്ചു. തിരിച്ച് ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് കണ്ടു, ഹൂത്തികളുടെ അടപടലം എടുത്ത് ദൂരെ കളഞ്ഞു. അതാണ് ആ രാജ്യത്തിൻ്റെ പ്രത്യേകത. അവർക്ക് ഈ സോഫ്റ്റ് ആയിട്ട് അടിയും ടാർജറ്റ് അടിയും ഒന്നുമില്ല, വെച്ചങ്ങനത്തും. ഇപ്പൊ ഹൂത്തികൾ സൈലന്റ് ആയി പോയല്ലോ, അവന്റെ വർത്താനം എല്ലാം ഒന്നുമില്ല. എവിടെ പോയി? ഹൂത്തികൾ 6 പേര് മരിച്ചു. ഏകദേശം 600-700 ഹൂത്തി ഭടന്മാരാണ് മരിച്ചു പോയത് ഒറ്റയടിക്ക്. അവന്റെ പോർട്ടും തീർത്തു, അവൻ വെച്ചിരുന്ന വെപ്പൺ അതിന്റെ സ്റ്റോറേജിനിട്ടാണ് ബോംബ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൂത്തികളുടെ ഇപ്പം മിസൈലൊന്നും പോകാത്ത, റോക്കറ്റ് ഒന്നും പോകുന്നില്ലല്ലോ. ഇതാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം. ആ രാജ്യം സർവൈവ് ചെയ്യാൻ പഠിച്ചു. അതായത് നിങ്ങളിപ്പോൾ 4 ഭാഗത്തും 4 രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ, അതൊക്കെ കാണിച്ചു കൊടുത്ത് 1967 വാറിലാണ്. ഓക്കെ, 6 ഡേ വാർ, 6 ദിവസം കൊണ്ട് 3 രാജ്യങ്ങളെ എങ്ങനെയാണ് ഒതുക്കിയത്. അതുകൊണ്ടാണ് ഈജിപ്റ്റ് നിശബ്ദമായിരിക്കുന്നത്, ജോർദാൻ നിശബ്ദമായിരിക്കുന്നത്, ലെബനൻ പേടിച്ചു പോയി, സിറിയയും പേടിച്ചു പോയി. കാരണം അവർക്കറിയാം ഇവർ ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. കാരണം നാശക്കോടാലാക്കി കളയും, ആ രാജ്യം തന്നെ ഇല്ലാതാക്കും. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ഇതില്ലാതെ കേരളത്തിലെ കുറച്ച് ആൾക്കാർ ഈ പറയുന്ന ഹമാസ് എന്ത് ഹമാസ്,
അതൊരു ഒരു 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 അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടെറർ ഓർഗനൈസേഷൻ. അതാണ് ഹമാസ്. ഹിസ്ബുള്ളയ്ക്ക് കുറച്ച് ആയുധമുണ്ട്, അതിനെ ഇവർ വിചാരിച്ച അങ്ങ് തീർത്തു കൊടുക്കും. കാരണം ഈ ലെബൻ്റെ അകത്തോട്ട് കയറിയാൽ മതി. ഇതാണ് ഓരോരുത്തരെയും 1 by 1 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്, തൊലയ്ക്കുന്നത്. അപ്പോൾ കേരളത്തിൽ കിടന്നുകൊണ്ട് ഈ പ്രതിഷേധം നടത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഹമാസിൻ്റെ ആരാധകന്മാർ ഡൽഹിയിൽ ഒന്ന് പോയി നടത്തി നോക്കും. അപ്പോൾ മോദി കാണിച്ചു തരും ഹമാസ് ആണോ പാലസ്തീൻ ആണോ ആരാണ് നിങ്ങൾ ആസ്വാദകനെന്ന്. അത് ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.